നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ തമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇന്ന് പറയാൻ പോകുന്നത് ശനി സഞ്ചരിക്കുന്നതിൻ്റെ ഗുണദോഷങ്ങളാണ്. മിഥുനം രാശിക്കൂറുകാർക്ക് ഈ 2025 മാർച്ച് മാസം 29-ാം തീയതി വരെ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഗുണനന്മകൾ കിട്ടാനുള്ള യോഗമുണ്ട്. എന്തെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യുമോ എന്ന് പല ആൾക്കാരും ചോദിക്കും. അപ്പോൾ ശനി ഗുണം ചെയ്യുന്നത് 3, 9, 11 ഈ രാശികളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ്. അപ്പം ഇതിനെക്കുറിച്ച് വേഴം 12 നിൽക്കുന്നതും രാഹു 10 നിൽക്കുന്നതും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണമെങ്കിലും ശനി ഭാഗ്യസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യാദി അഭീഷ്ട ഭാവേശഭ്യശുഭോ ഭാഗ്യ പുഷ്ടികകൾ ലഗ്നാൽ പുത്രേ ഇതി പദ്യ തദ്വരാഹമിഹിരോധികം. വരാഹമിഹിരാചാര്യർ പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കണമെൻ്റെ ഭരണകാലം എല്ലാവിധ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുമെന്നാണ്. അപ്പം ശനി നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളെല്ലാം മാറി കിട്ടും, ആരോഗ്യവർദ്ധന കിട്ടും. രോഗവിപത്തുക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആൾക്കാർക്ക് രോഗപീഠകളൊക്കെ മാറി കിട്ടും, ആരോഗ്യം കിട്ടും. വലിയ വലിയ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടും. ചെറിയ ചികിത്സകൾ കൊണ്ട് തന്നെ വലിയ രോഗങ്ങൾ മാറിക്കിട്ടുന്നത് വലിയ ഒരു ആശ്വാസമാണ്. നിർവമാനം രാജാവിൻ്റെ പ്രീതി കിട്ടുമെന്നാണ് പണ്ടത്തെ കാലത്ത്. ഇന്ന് രാജാക്കന്മാരെ പ്രീതിയും കിട്ടും, അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, രാജാക്കന്മാർ, നമ്മളെ മാനേജർ, ഡയറക്ടർ, സൂപ്രണ്ട്, അധികാരികളുടെ പ്രീതി സഹായമൊക്കെ കിട്ടും. സർക്കാരിൽ നിന്ന് ലൈസൻസ്, അതേപോലെ മറ്റു കിട്ടാതെ കിടക്കുന്ന പൈസകൾ, ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. എല്ലാ കാര്യങ്ങളും തടസ്സമുണ്ടെങ്കിൽ പോലും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. മനസ്സിന് നല്ല സന്തോഷം കിട്ടും, സാഫല്യം, സകല ക്രിയാസും എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭാദിയോ ഭാഗ്യ, സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധികളുമൊക്കെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവും. എന്നാൽ വേഴൻ 12 നിൽക്കുന്ന കാലഘട്ടവും കൂടെ ആയതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമങ്ങളും സന്താനങ്ങളുടെ വിവാഹം മുതലായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കുറച്ച് സാമ്പത്തിക വ്യയങ്ങളും കുറച്ച് കടങ്ങളും പൂർവിക വസ്തുക്കളൊക്കെ വിറ്റാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകും. രാഹു 10 നിൽക്കുമ്പോൾ നമുക്ക് ജോലി തടസ്സങ്ങളും 10-ലധികം ശത്രുക്കളും വിരോധികളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ രാഹുവിൻ്റെയും ശനിയുടെയും വേഴത്തിൻ്റെയും സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വേഴം 12 നിൽക്കുന്നതിന് നമ്മൾ വിഷ്ണുവിനെയും അതേപോലെ കുടുംബദേവതകളെയൊക്കെ പഠിക്കണം. സർവേശ്വരാണാം ഗുരു, സർവ ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്ന ഗ്രഹം വേഴം 12 നിൽക്കുമ്പോൾ കുറച്ച് ശത്രുക്കളും തടസ്സങ്ങളും കടങ്ങളും അപകടങ്ങളും ബന്ധു വഴി മരണ ദുഃഖങ്ങളും സന്താനങ്ങൾ പോലും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. രാഹു 10 നിൽക്കുമ്പോൾ തൊഴിലിൽ നമുക്ക് നല്ല ജോലിയും പൈസയൊക്കെ കിട്ടിയാലും അതിനേക്കാളും കൂടുതൽ തൊഴിൽ നേട്ടം കിട്ടണം, വലിയ ഉദ്യോഗം, വലിയ സാലറി, വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ജോലിയിൽ നിന്ന് നിങ്ങൾ ചാടി മാറി പോകരുത്. ഉള്ള ജോലിയെ രക്ഷിച്ചുകൊണ്ട് പുതിയ ജോലികൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പണി നോക്കാമെന്ന് വിചാരിച്ചാൽ വേറൊന്ന് കിട്ടാൻ നമുക്ക് പ്രയാസജനകമാകും. പൂർവിക ഭൂമിയൊക്കെ വിറ്റിട്ട് പുതിയ ഒരു വസ്തു വാങ്ങിക്കുന്നവർക്കൊക്കെ വേഗം 12 നിൽക്കുന്നത് കൊണ്ട് സാധ്യമാകും. കൂടുതൽ കടങ്ങളും ലോണുകളും അതൊന്നും എടുത്ത് കൊണ്ടേ വയ്ക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ കയ്യിരിരുന്നാലും കയ്യിരിക്കുന്ന പണം എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാതെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മിഥുനരാശി കൂറെന്ന് പറയുന്നത്. മകയിരത്തിൻ്റെ അവസാനം 30 നാഴിക, തിരുവാതിര, ഉണറത്തിൻ്റെ 3/4 വരെയുള്ളതാണ് മിഥുനക്കൂറ്.
അപ്പോൾ ഈ കൂറുകാരുടെ സർപ്പത്തിൻ്റെ ദോഷത്തിനും വേഴത്തിൻ്റെ ദോഷത്തിനും ഗണപതി പൂജ, ഭഗവതി പൂജ, സപ്തപൂജ, ശാസ്താവിനെ ഭജിക്കുന്നതിനും വിഷ്ണുവിനെ ഭജിക്കുന്നതിനും കാലഭൈരവ സ്വാമി ഭജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമതകൾ വിശേഷവും നമുക്ക് മാറി നല്ലത് വരും. അപ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ബാധിക്കില്ല. അപ്പോൾ ഭയങ്കര ഭക്തിയും ദൈവികവും ആത്മീയവും ഒക്കെ ഉള്ള ആൾക്കാരാണ് മിഥുനരാശിക്കാരാണ്. നല്ല ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ളവരുമാണ്. കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷേ വേഴം 12 നിൽക്കുമ്പോൾ നമ്മൾ എത്ര നല്ല ബുദ്ധിയും ശക്തിയും ഉള്ളവരാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന രീതി ഉണ്ടാകും. അപ്പോൾ 12 വേഴം നിൽക്കുമ്പം ഈശ്വരാനുകൂല്യം കുറഞ്ഞു നിൽക്കുകയും അമ്പലങ്ങളിലും ദേവകാര്യങ്ങളിലും ഒക്കെ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ദൈവാനുകൂല്യ പ്രതികൂലതാം വാ വിചാരസപ്ത്യാം പ്രതികൂലതാം വാ തദാനുകൂല്യായ പിതൃവദേയ ഇതസ്ഥ സമ്പ്രതി കത്യതയിൽ നിന്നാണ്. ദൈവാനുകൂല്യം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ തടസ്സം, പരാജയം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവാനുകൂല്യം വരുത്താൻ നിങ്ങൾ തന്നെ വിഷ്ണു സഹസ്രനാമങ്ങൾ, വിഷ്ണു മന്ത്രങ്ങൾ, ഒന്നുമില്ലെങ്കിൽ നമോ നാരായണായ നമഃ, ശ്രീ മഹാവിഷ്ണുവേ നമഃ, സഹസ്രാര ഹുംബൾ, ഓം നമോ നാരായണായ നമഃ എന്നൊക്കെ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ മന്ത്രങ്ങളെങ്കിലും ജപിച്ച് ദോഷത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. വാഹനങ്ങൾ ഓട്ടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വേഴം 12 നിൽക്കുന്ന സമയം വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണപീഡിം. വിത്തക്ഷയം നഷ്ടം, പ്രവാസി നാടും വീടും വിട്ടുപോക്ക്, രോഗങ്ങൾ തന്നെ മരണഭയമൊക്കെ ഉണ്ടാകുന്ന സമയവും നമ്മളെ നിമിത്തം ആളുകൾ മരിച്ചളഞ്ഞെന്ന് വരെ ആളുകൾ പറയുന്ന സമയവും ചെറിയ കാര്യങ്ങൾക്കും ആരോഗ്യത്തിലും സംസാരിച്ച വലിയ കലഹവും വിരോധവും വന്ന് ബന്ധുക്കളും മക്കളും ഒക്കെ തന്നെ ശത്രുക്കളാവുകയും സാമ്പത്തിക ഇടപാടുകളിൽ ശത്രുത നേരിടേണ്ടി വരികയും ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ജപ്തി നടപടി വരികയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ശനിയുടെ ഒരു അനുകൂലമേ ഉള്ളൂ. രാഹു വേഴനും പിഴച്ചു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധിയും പുത്രനും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. അപ്പോൾ ബുദ്ധിയുടെ കാരകനാണ്, പുത്രന്മാരുടെ കാരകനാണ്, സ്നേഹത്തിൻ്റെയും ദേഹത്തിൻ്റെയും അർത്ഥത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ആണ് വേഴൻ. അപ്പോൾ സന്താനങ്ങൾക്കും സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനൊക്കെ ഉണ്ടാകുന്ന വിഷമതകൾ നമ്മളായിട്ട് പരിഹരിച്ച് പോകണം. കാരണം അവരോട് വിരോധം കാണിച്ച് ശത്രുത കാണിച്ച് വിഷമം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ മാറാൻ ജാതകവും കൂടെ ഒന്ന് പരിശോധിക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശകളും കാലങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ശനി, രാഹു ഇതിൻ്റെയൊക്കെ വിഷമതകൾ നമുക്ക് ഒട്ടും ബാധിക്കാതെ തന്നെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതേസമയം നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷങ്ങൾ, ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജാതകത്തിലുള്ള ദോഷവും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ പിഴച്ചുള്ള സഞ്ചാരവും രണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ജാതകത്തിൽ നല്ലതായിട്ടിരിക്കണമെങ്കിൽ ജീവിതത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള ചെറിയ ഗ്രഹമാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ സഞ്ചാര കാര്യങ്ങൾ നമുക്ക് വലിയ വിഷമമില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. എന്നിരുന്നാലും പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാനെ എത്രത്തോളം അടുത്ത് ജീവിക്കുന്നുവോ അത്രത്തോളം നമുക്ക് വിഷമതകൾ മാറി നല്ലത് വരും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനാദി സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നതിന് വേണ്ടി പത്മനാഭസ്വാമിയോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും അമാവാസി പൂജയുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫോൺ വിളിച്ചിട്ട് എൻ്റെ ചോദിച്ചാൽ ഞാൻ തിരക്കിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് തന്നെ അയക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.